മാർക്കറ്റ് ന്യൂസിനെ പറ്റിയും അപ്ഡേറ്റ്സിനെ പറ്റിയും ഇവന്റ്സിനെ പറ്റിയും സംസാരിക്കുന്ന ഈ ഒരു സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യലാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2008 മുതൽ 2012 വരെ ലോകത്ത് മുഴുവൻ ഉണ്ടായ ഗ്ലോബൽ റിസഷനെ പറ്റിയാണ്. ദ ഗ്രേറ്റ് റിസഷനെ പറ്റിയാണ്. മലയാളത്തിൽ നമ്മൾ അതിനെ ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന് വിളിക്കുന്നു. ലോകത്തെമ്പാടുമായിട്ട് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടമാണ് ഈ ആഗോള സാമ്പത്തിക മാന്ദ്യം വിതച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകും. നമ്മുടെ ഈ പ്രായത്തിലുള്ളവരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഏറ്റവും ആദ്യമായിട്ട് റിസഷൻ അല്ലെങ്കിൽ മാന്ദ്യം എന്നുള്ള വാക്ക് കേൾക്കുന്നത് പോലും ഇത് സംഭവിച്ചതിന് ശേഷമാണ്. നമുക്ക് പരിചയമുള്ള എത്രയോ അധികം ആൾക്കാർക്ക് ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് ഇന്ത്യയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും. നമുക്ക് പരിചയമുള്ള എത്ര അധികം ഇൻവെസ്റ്റേഴ്സിന് അവരുടെ നിക്ഷേപിച്ച തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും പുറത്തുള്ള കൺട്രീസിലെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും. അതായത് ലോകത്തിലെ മുഴുവൻ എക്കണോമിയും പിടിച്ച് കുലുക്കിയ ഒരു ഇവന്റ് ആയിരുന്നു 2008 US അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഗ്ലോബൽ റിസഷൻ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞതുപോലെ നമ്മൾ കുറെ അധികം ആൾക്കാരും ഈ റിസഷനെ പറ്റി മാന്ദ്യത്തെ പറ്റി കേട്ടിട്ടുണ്ട്, പലരും എക്സ്പീരിയൻസ് പോലും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും കൂടുതൽ ആൾക്കാർക്കും ഈ മാന്ദ്യം എന്തായിരുന്നു, അത് എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ തന്നെ കുറെ അധികം കോംപ്ലക്സിറ്റീസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് അതിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ വളരെ അധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2008 ബേസിക്കലി എന്താണ് സംഭവിച്ചത്, എന്താണ് US സംഭവിച്ചത് സോ ദാറ്റ് ഇങ്ങനെ ഒരു റിസഷൻ സംഭവിക്കാനായിട്ട്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഉടനീളം നമ്മൾ കുറച്ച് കോംപ്ലക്സ് ടേംസ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. അവസാനം വരെ കാണുകയാണെങ്കിൽ എല്ലാം കണക്ട് ആയിട്ട് നിങ്ങൾക്ക് ഏറെക്കുറെ ഇത് മനസ്സിലാകുന്നതായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. 2008 എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് ഈ ഗ്ലോബൽ റിസഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നും മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു another video. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എപ്പോഴത്തെ പോലെയും ഒരു കഥ പറയുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ആ കഥ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ആദ്യം ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ടേമും അതിന്റെ റിലേറ്റഡ് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ആ കഥ മനസ്സിലാക്കാനുള്ള ബേസിക് ടെർമിനോളജീസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ ടേം എന്ന് പറയുന്നത് മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്, MBS. എനിക്കറിയാം ആ ടേം കേട്ടപ്പോൾ നിങ്ങൾക്ക് അധികമൊന്നും മനസ്സിലായി കാണില്ല. എന്നാൽ ആ ടേമിനെ നിങ്ങളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആലോചിച്ച് നോക്ക്. അതായത് മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്. ഇവിടെ സെക്യൂരിറ്റീസ് എന്ന വാക്ക് കുറച്ച് നമുക്ക് പരിചിതമാണ്, ശരിയല്ലേ? നമ്മൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചപ്പോൾ സെക്യൂരിറ്റീസ് എന്ന വേർഡ് പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് സെക്യൂരിറ്റീസ്? അതായത് ട്രേഡബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റിനെയാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അതൊരു സെക്യൂരിറ്റിയാണ്. ഒരു ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതൊരു സെക്യൂരിറ്റിയാണ്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതും ഒരു സെക്യൂരിറ്റിയാണ്. അതായത് ട്രേഡബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റിനെ നമുക്ക് സെക്യൂരിറ്റി എന്ന് വിളിക്കാം. അപ്പം മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി എന്താണ് മോർട്ട്ഗേജ് ബാക്ക്ഡ്? അതായത് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് ആ കമ്പനിയുടെ ഫണ്ടമെന്റൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലെ? അതല്ലേ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതൊരു സെക്യൂരിറ്റിയാണ്. അത് ഡിറൈവ് ആയിരിക്കുന്നത് മോർട്ട്ഗേജസിൽ നിന്നാണ്. അപ്പൊ മോർട്ട്ഗേജുകൾ ബാക്ക് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിനെയാണ് മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഡൗട്ട് ഇവിടെ വരുന്നത് എന്താണ് ഒരു മോർട്ട്ഗേജ് എന്നുള്ളതാണ്. മോർട്ട്ഗേജ് എനിക്കറിയാം നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴോ സീരീസ് കാണുമ്പോഴോ എല്ലാം കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും. മോർട്ട്ഗേജ് എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം ഈസിയാണ്. ഹോം ലോണിന്റെ മറ്റൊരു പേരാണ് മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഹോം ലോൺസ് ബാക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിനെയാണ് മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ മോർട്ട്ഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ MBS പ്രസക്തി ഉള്ളത്? നമ്മളിവിടെ പറഞ്ഞു ഇതൊരു സെക്യൂരിറ്റിയാണ്, ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അത് തന്നെയാണ് അതിന്റെ പ്രസക്തി. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആയിട്ട് അമേരിക്കയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഇതിനെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഇവിടെ ഉപയോഗിച്ചിരുന്നത്? ഇതൊരു ഫിനാൻഷ്യൽ അസറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു ഹൈ ഇൻകം തരുന്ന ലോ റിസ്ക് അസറ്റ് ആയിട്ടാണ് അമേരിക്കയിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഇവിടുത്തെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമുക്ക് എടുക്കണം. ആ എക്സാമ്പിൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിങ്ങളുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണ്. നിങ്ങൾ കുറെ നാൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കോർപ്പസ് കുറച്ച് എമൗണ്ട് ഇപ്പോൾ ഉണ്ട്, അത് ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, വളരെ ചെറിയ തുച്ഛമായ റിട്ടേൺസ് കിട്ടുന്നുള്ളൂ. FD ഇടുകയാണെങ്കിലും ഇപ്പോൾ കണ്ടോ 7%, 7.5% മാത്രം കിട്ടുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിട്ടേൺസ് കിട്ടും, ചിലപ്പോൾ ഒരു 15%ഓളം റിട്ടേൺസ് കിട്ടും. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും 12%, 13% കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നോ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നോ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നിങ്ങനെ ഒരു ഡൗട്ട് അടിച്ചിരിക്കുകയാണ് നിങ്ങളെ. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊരു കോൾ വരുന്നത്. ആ ഫോൺ കോളിൽ ആ കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ആ ബാങ്കിന്റെ തന്നെ അടുത്തുള്ള ഒരു രാഘവേട്ടന് അവരൊരു ഹോം ലോൺ പാസ്സാക്കി കൊടുത്തിരുന്നു. അതായത് രാഘവേട്ടന് ബേസിക്കലി ഒരു വീട് പണിയണമായിരുന്നു. വീട് പണിയാനായിട്ട് പുള്ളിയുടെ കയ്യിൽ സ്ഥലമുണ്ട്, വീട് പണിയാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സ്ഥലവും വീടും പണയം വെച്ചിട്ട് രാഘവേട്ടൻ ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തിരുന്നു. അപ്പൊ ഈ ബാങ്ക് മാനേജർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഈ ബാങ്കും രാഘവേട്ടനും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. അതായത് രാഘവേട്ടൻ ഓരോ മാസവും ഇത്ര എമൗണ്ട് അടുത്ത ഇത്ര വർഷത്തേക്ക് അടച്ചുകൊള്ളും എന്നൊരു കോൺട്രാക്ട് ഉണ്ട് എന്ന് പറയുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ ആ ബാങ്ക് മാനേജർ വെക്കുകയാണ്. അതായത് ഈ കോൺട്രാക്ട് ഉണ്ടല്ലോ, ലോണിന്റെ കോൺട്രാക്ട്, അത് ആ ബാങ്കിന്റെ പേരിൽ നിന്ന് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരാം. പകരം ആ കോൺട്രാക്ടിന്റെ എമൗണ്ട് എത്രയാണോ അത് നിങ്ങൾ ബാങ്കിന് കൊടുത്താൽ മതി. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ ചോദിക്കും, അല്ലെ എനിക്ക് ഇതിൽ നിന്ന് എന്താണ് ലാഭം? അപ്പൊ ബാങ്ക് മാനേജർ പറയുന്നു, നിങ്ങൾ അത്രയും എമൗണ്ട് തന്നിട്ട് ആ ലോണിന്റെ കോൺട്രാക്ട് ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ രാഘവേട്ടൻ എത്രയാണോ എമൗണ്ട് പേ ചെയ്യാനുള്ളത് ആ എമൗണ്ട് ബാങ്കിലേക്ക് വരും, ബാങ്ക് ആ എമൗണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നാകുന്നു. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ബാങ്ക് ലോൺ കൊടുത്തത് 10%, 11% ഇൻട്രസ്റ്റിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് 10-11% റിട്ടേൺ കിട്ടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ബാങ്കിന് എന്താണ് ലാഭമുള്ളത്? ബാങ്കിന് ബേസിക്കലി ചെലവാക്കിയ പൈസ അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും ബേസിക്കലി കുറച്ച് ഫീസ് ഈടാക്കുന്നുമുണ്ട്. അപ്പോൾ ബാങ്കിന് ലാഭമുണ്ട്. ബാങ്കിന് കൊടുത്ത പൈസ പെട്ടെന്ന് തന്നെ റിപ്ലനിഷ് ആയി ബാങ്കിന്റെ ബുക്സ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് അവിടെ അതുപോലെ തന്നെ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ആലോചിക്കും, ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണോ? ഈ ബാങ്ക് ക്രെഡിബിൾ ആണോ? ഈ മാനേജർ പറയുന്നതിൽ കാര്യമുണ്ടോ? രാഘവേട്ടൻ എന്നുള്ള ആള് ഉടായിപ്പാണോ, ഫ്രോഡാണോ? പുള്ളി പറയുന്ന സമയത്ത് ലോൺ തിരിച്ചടക്കുമോ? നാളെ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പൈസ മുങ്ങിപ്പോകില്ലേ? അങ്ങനെ കുറെ അധികം ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് കൺസേൺസും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ശരിയല്ലേ? അപ്പൊ ഇതൊരു സിനാരിയോ ആണ്. ഈ സിനാരിയോ നിങ്ങളൊന്ന് മനസ്സിലേക്ക് വെച്ചോ. അപ്പൊ നമുക്കിനി അടുത്തൊരു കഥ പോലെ അടുത്തൊരു എക്സാമ്പിൾ കേൾക്കാം. ഈ ഒരു എക്സാമ്പിളിലും നിങ്ങളൊരു ഇൻവെസ്റ്റർ തന്നെയാണ്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പൊ നേരത്തെ വിളിച്ചത് ചെറിയ ഏതോ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഏതോ ഒരു മാനേജറാണ് നിങ്ങളെ വിളിച്ചത്. എന്നാൽ ഇത്തവണ നിങ്ങൾക്കൊരു ഫോൺ വിളി വരികയാണ്. അത് HDFCയിൽ നിന്നാണ്. HDFC ബാങ്കിൽ നിന്നല്ല, എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോം ലോൺ കൊടുക്കുന്ന ഓർഗനൈസേഷനായ HDFC ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിലെ മാനേജറാണ് നിങ്ങൾക്ക് ഇത്തവണ വിളിക്കുന്നത്. അപ്പോൾ HDFCയിലെ മാനേജർ നിങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയിൽ ഒട്ടാകെ ഇത്ര അധികം ലോൺസ് കൊടുത്തിട്ടുണ്ട്, ഹോം ലോൺസ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല നല്ല ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഹോം ലോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോം ലോൺസിനെ എല്ലാം കളക്റ്റീവ്ലി ഞങ്ങൾ ഒരു സെക്യൂരിറ്റി ആക്കിയിട്ടുണ്ട്, ഒരു കോൺട്രാക്ട് ആക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരാം, അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് തരികയാണ്. അതോടൊപ്പം തന്നെ ആ മാനേജർ പറയുകയാണ്, ഈ ഓരോ ലോണിനെയും ഞങ്ങളൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ കൊണ്ട് റേറ്റ് ചെയ്യിച്ചിട്ടുണ്ട്, അവരെ കൊണ്ട് ജഡ്ജ് ചെയ്യിച്ചതിന് ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അതും AAA റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ക്രെഡിറ്റ് റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ബേസിക്കലി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, HDFCയുടെ കയ്യിൽ കുറെ ലോൺസ് ഉണ്ട്. അത് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി വന്നിട്ട് നോക്കുന്നു, ഈ ലോണിന്റെ സ്ട്രെങ്ത് എത്രയാണ്, ആരാണ് ലോൺ എടുത്തത്, അവരുടെ സിബിൽ സ്കോർ എത്രയാണ്, അവർ ഈ ലോൺ അടക്കാൻ കേപ്പബിൾ ആണോ എന്നുള്ളത് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കൂടി ഒന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആയിട്ടുള്ള AAA റേറ്റിംഗ് കൊടുക്കുകയാണ്. HDFC എന്നുള്ളത് ഓൾറെഡി ഒരു ക്രെഡിബിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവർ ഓൾറെഡി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടാകും. സിബിൽ സ്കോറും അങ്ങനെ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ചോദിച്ചിട്ടല്ലേ നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടാറുള്ളൂ. അപ്പോൾ ഇത്രയധികം സ്റ്റഡീസ് നടത്തിയിട്ട് ലോൺസ് ആണ് ഇവിടെ ഉള്ളത് എന്നറിയാം. ആ ലോൺസിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്താ ചിന്തിക്കുക? ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ പൈസ കൊടുത്താൽ ലോൺസ് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ പറ്റും. എന്നാൽ ഇത് ഹൈ ക്രെഡിബിൾ ലോൺസ് ആണ് അല്ലെ? അതായത് HDFC ഒരു തവണ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഹയസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സേഫ്റ്റിയെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നേരത്തെ കണ്ടതുപോലെ രാഘവേട്ടനെ പോലെ ഒരു ഒറ്റ ലോൺ അല്ല, ഇവിടെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള കുറേ അധികം ലോൺസിനെ പൂള് ചെയ്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക് കുറവാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുകയാണ്. അതുപോലെ ബാങ്ക് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, നാളെ ഇവിടെ ആരെങ്കിലും ഈ ലോൺ തിരിച്ചടച്ചില്ല എങ്കിൽ ആ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നില്ലല്ലോ. ബാങ്ക് എന്തായാലും രക്ഷപ്പെട്ടു, ആ ലോൺ നിങ്ങളുടെ കയ്യിലേക്കാണ് വന്നത്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പൈസ തിരിച്ച് കളക്ട് ചെയ്യും
ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ആലോചിക്കുന്നതാണ്, ആരെങ്കിലും തിരിച്ച് പേ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കുന്നു. അപ്പോഴും അവിടെ നിങ്ങൾ സേഫ് ആണല്ലോ, കാരണം ഇവർ ഈ വീടും സ്ഥലവും പണയം വെച്ചിട്ടാണല്ലോ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ നാളെ തിരിച്ചടക്കുന്നില്ല, ഡിഫോൾട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനെ വിറ്റുകൊണ്ട്, ആ വീടിനെയും സ്ഥലത്തിനെയും വിറ്റുകൊണ്ട് കിട്ടുന്ന പൈസയിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി സേഫ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ ഒരു കേസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എത്ര ബെനിഫിറ്റ്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒരു 10% റിട്ടേൺസ് കിട്ടുന്നു എന്ന് ബാങ്ക് പറയുകയാണെങ്കിൽ അത് വളരെയധികം സേഫ് അല്ലേ? കാരണം ഇത് ഓൾറെഡി ക്രെഡിറ്റ് റേറ്റിംഗ് നടന്നതാണ്. ഇത് എടുത്തിരിക്കുന്നത് കുറേ അധികം ആൾക്കാരാണ്. അവരെല്ലാവരും അവരുടെ ഹോം ലോൺ അടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ 10% റിട്ടേൺ എന്ന് പറയുന്നത് എഫ് ഡിനേക്കാളും ഡെറ്റ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും ഗവൺമെന്റ് ബോൺസിനേക്കാളും എല്ലാം ബെറ്റർ റിട്ടേൺസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ റിസ്കിയുമല്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇതിനെയാണ് മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ട്രേഡബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ് ആണ്, ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അതിനെ ബാക്ക് ചെയ്യുന്നത് മോർഗേജസ് ആണ്, ഹോം ലോൺസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഇവിടെ കഥ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരായിരിക്കും ഈ കഥയിലെ ഹീറോ? നിങ്ങളാണോ? ഇൻവെസ്റ്ററായ ഇന്റലിജന്റ് ഇൻവെസ്റ്ററായ നിങ്ങളാണോ ഈ കഥയിലെ ഹീറോ? അല്ല. എന്നാൽ പിന്നെ ബാങ്ക് ആണോ? അതായത് ഇവിടെ ലെൻഡിങ് ഓർഗനൈസേഷൻ ആണോ ഇവിടുത്തെ ഹീറോ? അല്ല. എന്നാൽ ഇവിടുത്തെ ഹീറോ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ്. ഈ കഥയെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ ഈ സീനിലേക്ക് കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഞാൻ അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഇത്ര നേരം നമ്മൾ ലോൺ കൊടുത്ത ഓർഗനൈസേഷൻ, അത് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും HDFC ആണെങ്കിലും ബാങ്ക് എന്ന ടെർമിനോളജി വെച്ചാണ് വിളിച്ചത്. ഇനി നമുക്ക് അവരെ ബാങ്ക് എന്ന് വിളിക്കേണ്ട, അവരെ ലെൻഡർ എന്ന് വിളിക്കാം. കാരണം അവർ ലോൺ കൊടുക്കുന്ന ഓർഗനൈസേഷൻ അല്ലേ. അപ്പൊ അവരെ ലെൻഡർ എന്ന് വിളിക്കാം മുന്നിൽ വീഡിയോയിലേക്ക്. അപ്പോൾ ഈ സീനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലെൻഡർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റർ ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നടുക്ക് നിന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണ്. കാരണം മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി എന്നൊരു ഐഡിയ വന്നത് പോലും ഒരിക്കലും ഒരു ലെൻഡറിനല്ല. ഈ ഐഡിയ ഡെവലപ്പ് ചെയ്തതും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തതും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആണ്, അമേരിക്കയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആണ്. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് നോക്കുമ്പോൾ കണ്ടത് ഈ ലെൻഡേഴ്സ് കുറെ അധികം ലോൺസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ലോൺസ് എന്ന് പറയുന്നത് വെറുതെ ലെൻഡേഴ്സിന്റെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ലോൺസിനെ എടുത്ത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടായി കൊടുക്കാം, ഈ ലെൻഡേഴ്സിന് ലാഭം ഉണ്ടായി കൊടുക്കാം. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നതിലൂടെ, കമ്മീഷൻ വാങ്ങുന്നതിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന് ലാഭം ഉണ്ടാക്കാമെന്ന് അവർ കാണുന്നു. അങ്ങനെ അവരാണ് ഈ ഒരു ഐഡിയ ഉണ്ടാക്കുന്നതും ഇതിനെ വളരെയധികം പോപ്പുലർ ആക്കുന്നതും. ഇവിടെ നോക്കുകയാണെങ്കിൽ ലെൻഡേഴ്സ് എന്തിനാണ് മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്ക് അവരുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും ബുക്സിൽ നിന്നും ലോൺസ് ഇറങ്ങി പോവുകയാണ്. അവരൊരാൾക്ക് ലോൺ കൊടുക്കുന്നു, അതുപോലെ തന്നെ ലോൺ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വഴി ഇവർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവർ കൊടുത്ത എമൗണ്ട് അതുപോലെ തന്നെ അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. അതിന്റെ പുറത്ത് അവർക്ക് ഫീസ് ലാഭമായിട്ട് കിട്ടുന്നു. അപ്പൊ ലെൻഡേഴ്സിന് ഒരു വിൻ സിറ്റുവേഷൻ ആണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സംഭവിച്ചത് എന്താണ്? അവർക്ക് നല്ലൊരു ഹൈ ഇൻകം ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വേണമായിരുന്നു. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും വിൻ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഇവർക്കും സർവീസ് കൊടുക്കുന്നുണ്ട്, ഇവർക്കും സർവീസ് കൊടുക്കുന്നുണ്ട്, രണ്ടിടത്തു നിന്നും ഇവർ ഫീസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനും വിൻ സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എല്ലാവർക്കും വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു സംഭവം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അതിമനോഹരമായിട്ട് അതിശക്തമായിട്ട് US കണ്ടുപിടിച്ചു, അതിനെ പോപ്പുലർ ആക്കി എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങളുടെ പോലെയും ഇവിടെയും ഒരു ക്യാച്ച് ഉണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന്റെ പ്ലാൻ നല്ലതായിരുന്നു, പക്ഷേ ഇവിടെ ഓരോ പോയിന്റിലെ എല്ലാ കാര്യങ്ങളും ഇവർ പ്ലാൻ ചെയ്ത പോലെ അതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഫെയിൽ ആകാനുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അവ ഫെയിൽ ആവുകയാണെങ്കിൽ ഇത് മുഴുവൻ ഫെയിൽ ആവുകയും ഈ കംപ്ലീറ്റ് സിസ്റ്റം കൊളാപ്സും ചെയ്യുമായിരുന്നു. ഇത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന് അറിയുന്ന കാര്യമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയം കഴിയുന്തോറും മനുഷ്യന്റെ ഗ്രീഡ് കൂടി കൂടി വന്നപ്പോൾ ഈ ഫെയിൽ ആകാൻ സാധ്യതയുള്ള പോയിന്റ്സ് കൺവീനിയന്റ്ലി പലരും മറന്നുപോയി. അങ്ങനെ ഈ കംപ്ലീറ്റ് സിസ്റ്റം കൊളാപ്സ് ചെയ്താണ് അമേരിക്കയിൽ 2008 നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തൽക്കാലം ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി സ്ഥിതിക്ക് ഇനി നമുക്ക് ആ കഥയിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ അമേരിക്കയുടെ കഥ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇയർ 2000 പോകണം. നമുക്കറിയാം 1990s ലാസ്റ്റ് ഫേസ്, ഒരു 1998 to 2000 എന്ന് പറയുന്നത് .com ബബിൾ ബേസ്റ്റ് ആയ സമയമാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എങ്കിൽ അത് കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാം, അതിനെപ്പറ്റി നമുക്കൊരു വേറെ വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ .com ബബിൾ ബേസ്റ്റ് ചെയ്തതിനു ശേഷം അമേരിക്കൻ എക്കണോമി ആകെ മൊത്തം പൊട്ടിപ്പാളീസായി നിൽക്കുന്ന സമയമായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ശക്തമായിട്ട് താഴോട്ട് വന്നു, പല കമ്പനീസും എല്ലാം ബാങ്ക്രപ്സിയിലേക്കും പോയി. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് വന്നു നിൽക്കുന്ന കാലഘട്ടമാണ് ഇയർ 2000 എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി 2000s 2001 2002 2003 എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡി ക്രാഷ് ചെയ്ത് തകർന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് കാണുന്നത് US ട്രഷറി ബിൽസ് ആണ്. നമ്മൾ ഹർഷത് മേത്തയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ബോൺസ് പോലുള്ള കാര്യമാണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ US
ട്രഷറി ബിൽസിൽ വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം, വളരെ ചെറിയ റിട്ടേൺ റേറ്റ് മാത്രം അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് വളരെയധികം താഴോട്ട് വന്നുകൊണ്ട് മാർക്കറ്റിനെ റിവൈവ് ചെയ്യാനായിട്ട് US ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് US കുറക്കുകയും ചെയ്തു. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ ആൾക്കാരെല്ലാം ലോൺ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തിനാണ് എല്ലാവരും ലോൺ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്? വീട് വെക്കാനായിട്ട്. അതായത് ഏർലി 2000s നമുക്ക് കാണാൻ പറ്റുന്നത് അമേരിക്കയിൽ ഒരു ഹൗസിംഗ് ബൂം ഉണ്ടായി. കാരണം വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ലോൺ എടുക്കുകയും വീടുകൾ വെക്കാനും തുടങ്ങി. അങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ ഒരു ബൂം ഉണ്ടായി, ഹൗസിംഗ് മാർക്കറ്റ് ബൂം ചെയ്തു, വീടുകളുടെ വില കൂടാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാത്തുനിന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ബൂം ആകുന്നുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആർക്കാണ് കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്? ലെൻഡേഴ്സിനല്ലേ. കാരണം ഞാൻ പറഞ്ഞതുപോലെ കുറെ പേര് വീട് വെക്കുന്നുണ്ട്, വീട് വെക്കാനായിട്ട് ലോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ ലോൺ കൊടുക്കുന്നത്? ലെൻഡേഴ്സ് ആണ്. അതേസമയം ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടി വരുന്നുണ്ട്. അവർക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ താല്പര്യവും വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹീറോ മാർക്കറ്റിലേക്ക് ഒന്നുകൂടി എൻട്രി ചെയ്യുകയാണ്. അവരവരുടെ ഫോക്കസ് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് സീനിലേക്ക് വരികയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ലെൻഡേഴ്സും കൂടുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും കൂടുന്നുണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അവരുടെ തുറുപ്പ് ചീട്ടായ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് സീനിലേക്ക് ഇറക്കുകയാണ്. ഇവർ ലെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഈ ലോൺസ് എല്ലാം വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ലോൺസ് വാങ്ങിച്ചുകൊണ്ട് അതിനെ ക്ലബ്ബ് ചെയ്ത് പൂൾ ചെയ്ത് സെക്യൂരിറ്റൈസ് ചെയ്തുകൊണ്ട് മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഉണ്ടായി. ആ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഈ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കാൻ തുടങ്ങി. ആദ്യം പറഞ്ഞതുപോലെ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിക്സ്ഡ് ഹൈ ഇൻകം ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് എല്ലാവരും മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് വാങ്ങാൻ തുടങ്ങി. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് ആ ഒരു സമയത്ത് വളരെയധികം ബൂമിംഗ് ആയിരുന്നു. മാർക്കറ്റിൽ വളരെ നല്ല കാര്യം റിയൽ എസ്റ്റേറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ സേഫ്റ്റിയിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സമയം എന്ന് പറയുന്ന അമേരിക്കയിലെ ഹൗസിംഗ് മാർക്കറ്റിനും ലെൻഡേഴ്സിനും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ വളരെ നല്ലൊരു സമയമായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് തന്നെയാണ്. അവർ ഇത്ര ഫീസ് കളക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ പ്രോഫിറ്റ് ഓവർ ദി ഇയേഴ്സ് മൾട്ടിപ്പിൾ ടൈംസ് ആകുന്ന അവർക്ക് കാണാൻ പറ്റി. അപ്പൊ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ MBS വിൽക്കണം എന്നുണ്ടായി. അപ്പൊ കൂടുതൽ MBS വിൽക്കണമെങ്കിൽ കൂടുതൽ ലോൺസ് മാർക്കറ്റിൽ ഉണ്ടാകണ്ടേ. അപ്പൊ എപ്പോഴും മോർഗേജസ് ഹൗസ് ലോൺസ് കിട്ടാത്തതുകൊണ്ട് അവർ എന്താ ചെയ്തത്? MBS എന്നുള്ളതിനെ മാറ്റി ഒരു പുതിയ സാധനം ഇറക്കി, CDO, കൊളാറ്ററലൈസ്ഡ് ഡെറ്റ് ഒബ്ലിഗേഷൻ. എഗെയിൻ നിങ്ങൾ ടേം കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് MBS ഇവർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ CDO എന്നൊരു സാധനം ഉണ്ടാക്കിയിട്ട്, ഈ CDO എഗെയിൻ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. ഇതിനകത്തേക്ക് ഇതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് MBS ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് കുറച്ച് വെഹിക്കിൾ ലോൺസും പേഴ്സണൽ ലോൺസും അങ്ങനെ പല വിധത്തിലുള്ള ലോൺസ് ഇതിൽ ഇട്ടുകൊണ്ട് ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഓഫർ ചെയ്തു. എഗെയിൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അന്ന് വളരെയധികം അഗ്രസീവ് ആയതുകൊണ്ട് കുറെ അധികം ആൾക്കാർ ഈ CDOs വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അത് ശക്തമായിട്ട് കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് നോക്കുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഇല്ല എന്ന് കാണുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് എന്താ ചെയ്യുക? ഇവർ നേരെ ലെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് പറയും, നിങ്ങൾ കൂടുതൽ ലോൺസ് താ, നിങ്ങൾ കൂടുതൽ ലോൺസ് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് MBS ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ഹൈലി ഡിമാൻഡിംഗ് ആയിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലെൻഡേഴ്സ് ആലോചിച്ചപ്പോൾ ലെൻഡേഴ്സിനും നല്ല ഡീൽ തന്നെയാണ്. അവർ കൂടുതൽ ലോൺ കൊടുക്കുകയാണ്, ആ ലോൺ അവർ കയ്യിലേക്ക് എടുക്കുകയാണ്. അതുപോലെ അവർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് വഴി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യുകയാണെങ്കിൽ ലെൻഡേഴ്സിന് നഷ്ടമൊന്നുമില്ല, അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അപ്പൊ ലെൻഡേഴ്സ് എന്താ ചെയ്തത്? അവർ കണ്ണും പൂട്ടി വരുന്നവർക്കെല്ലാം ഹൗസ് ലോൺസ് കൊടുക്കാൻ തുടങ്ങി. അതുവരെ ലെൻഡേഴ്സ് ചെയ്ത് എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് അവരുടെ ക്രെഡിറ്റ് സ്കോർ ചോദിക്കും, അവരുടെ ജോലി ചോദിക്കും, അവരുടെ ഇൻകം ചോദിക്കും. അതെല്ലാം നോക്കിയിട്ട് വരുന്നവര് ലോൺ വാങ്ങാൻ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കുള്ളൂ. എന്നാൽ ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന്റെ അടുത്ത് പ്രഷർ ഉള്ളതുകൊണ്ട് ഈ ലെൻഡേഴ്സ് കണ്ണും പൂട്ടി വരുന്നവർക്കെല്ലാം ലോൺ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വരുന്ന ഏതവനും ലോൺ കിട്ടാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറെ ലോൺസ് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ആ കിട്ടുന്ന ലോ ക്വാളിറ്റി ലോൺസ് ഉപയോഗിച്ചുകൊണ്ടും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എപ്പോഴത്തെ പോലെയും മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഉണ്ടാക്കിയിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോ ക്വാളിറ്റി ലോൺസിനെയാണ് സബ് പ്രൈം ലോൺസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ടേം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു വളരെ നാച്ചുറൽ ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിക്ക് എന്താണ് ഇവിടെ റോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല നല്ല ലോൺസ് ആദ്യം വന്നപ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ കാണിച്ചിട്ട് AAA റേറ്റിംഗ് വാങ്ങുമായിരുന്നു. അതിനുശേഷം മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത്. എന്നാൽ കുറെ നാൾ ഇത് ഓടിയപ്പോൾ ഇതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള യാന്ത്രികമായിട്ടുള്ള ഒരു പ്രോസസ്സായി മാറി. അപ്പോൾ ഈ സബ് പ്രൈം ലോൺസ് വന്നപ്പോഴും ഈ മോശമായിട്ടുള്ള ലോൺസ് വന്നപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അതിലേക്ക് നോക്കിയത് പോലുമില്ല. അത് നല്ല ലോണാണോ മോശം ലോണാണോ നോക്കിയില്ല. അതുപോലെ തന്നെയാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസും ചെയ്തത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് പൈസ കൊടുത്തിട്ടാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ കൊണ്ട് ഈ സബ് പ്രൈം ലോൺസ് ഉള്ള ഈ MBSകൾക്കും AAA റേറ്റിംഗ് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ
അങ്ങനെ സബ്പ്രൈം ലോൺസ് ഉള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് AAA റേറ്റഡ് ആണ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പുറത്ത് വെച്ച് തള്ളുകയാണ് ആര്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ്. എന്തിനാണ്? ഇവരുടെ ഗ്രീഡ് കൊണ്ട് മാത്രം. അപ്പൊ ഇവിടെയാണ് വളരെ ഇന്റലിജന്റ്ലി വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു സീൻ കൂടി സ്റ്റാർട്ട് ചെയ്തു. അതായത് പിന്നെയും അധികം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഗ്രീഡിൽ നിന്ന് മറ്റു കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സും ചേർന്നിട്ട് ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ പേരായിരുന്നു ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ്. എഗെയിൻ നിങ്ങൾ കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് തന്നെ പറഞ്ഞു തരാം. എന്താണ് ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ CDOസും MBSന്റെയും പുറത്ത് ഒരു ഇൻഷുറൻസ് പോലെ ചില കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താണ് ഇൻഷുറൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മളൊരു കാർ വാങ്ങുകയാണെങ്കിൽ ആ കാറിന് ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തരുകയാണെങ്കിൽ നമ്മൾ ആ കമ്പനിക്ക് ഒരു പ്രീമിയം അടക്കും, ശരിയല്ലേ? അതിനുശേഷം കാറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സംഭവിച്ച ലോസ് കവർ ചെയ്യാനായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പൈസ തരും. അപ്പൊ കാറിനൊന്നും സംഭവിച്ചില്ലെങ്കിലോ ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം ഫ്രീ ആയിട്ട് കിട്ടിയതിന് ഇക്വലന്റ് അല്ലേ? ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ MBSും CDOയും എല്ലാം വളരെയധികം സേഫ് ആണെന്നും AAA റേറ്റഡ് ആണ് എന്നാണല്ലോ മാർക്കറ്റിൽ പറഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചില ഇൻഷുറൻസ് കമ്പനീസും ചില ഫിനാൻഷ്യൽ കമ്പനീസിനും തോന്നി ഈ MBS ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഇൻഷുറൻസ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? അപ്പൊ അവര് പ്രീമിയം ഈ കമ്പനീസിന് അടക്കുമല്ലോ. എന്തായാലും ഈ MBS ഒന്നും പൊളിയാനും പോകുന്നില്ല. അപ്പൊ ഇവർക്ക് അങ്ങോട്ട് തിരിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഒരു കംപ്ലീറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ആയിട്ട് പല ഇൻഷുറൻസ് കമ്പനീസ്, പേരെടുത്ത് പറയുകയാണെങ്കിൽ AIG പോലുള്ള കമ്പനീസിന് തോന്നി. അങ്ങനെ അവർ ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറക്കി. അപ്പൊ പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും തോന്നി എന്തായാലും MBS താഴോട്ട് വരാൻ പോകുന്നില്ല, MBS ക്രാഷ് ആകേണ്ട സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. എന്നാൽ ഇവരെ അഗ്രസീവ്ലി മാർക്കറ്റ് ചെയ്തുകൊണ്ട് ചില റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് തോന്നി ഇത് വാങ്ങുന്നത് കൊണ്ട് ഉപകാരമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ പലരും ഈ ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് ഇവരിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതെ ഈ കമ്പനീസ് ഇവിടെ ഇരുന്നുകൊണ്ട് CDS വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ സംഭവം അവിടെയും തീരുന്നില്ല. ചില ആൾക്കാർ ഇവിടെ നിന്ന് ഒന്നുകൂടി മുകളിലേക്ക് പോയി ഈ CDSനെ ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും എല്ലാം കാണുന്ന പോലെ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിന്റെയും CDOസിന്റെയും പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ബെറ്റ് ചെയ്യാനായിട്ട് CDSനെ പല ട്രേഡേഴ്സും ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ബേസിക്കലി MBSനെയും CDOസിനെയും ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്നത് അന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റി. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് മാർക്കറ്റിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടി പറയുകയാണ്, ഈ MBSനെ ബേസ് ചെയ്തുകൊണ്ട്. എന്നാൽ ഞാൻ അവസാനം പറഞ്ഞതുപോലെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ MBSന് അകത്ത് നിങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് സബ് പ്രൈം ലോൺസ് ആയിരുന്നു. അപ്പോൾ ഈ സബ് പ്രൈം ലോൺസ് എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഡിഫോൾട്ട് ആകേണ്ടതായിരുന്നു. അത് 2007-2008 ആയപ്പോൾ അത് സംഭവിച്ചു തുടങ്ങി. അതായത് ഈ സബ് പ്രൈം ലോൺസ് കൂടുതലും കൊടുത്തിരുന്നത് ഒരു വേരിയബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പുറത്തായിരുന്നു. എന്തായിരുന്നു അത്? അതായത് ഈ ലോൺ എടുക്കുന്നവർക്ക് ആദ്യത്തെ വർഷം ചിലപ്പോൾ 5% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, അടുത്ത വർഷമാവാതെ അത് കൂടും, അതിന് അടുത്ത വർഷമാവാതെ അത് പിന്നെയും കൂടും. അപ്പോൾ വർഷം കഴിയുന്തോറും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി കൂടി വരാൻ തുടങ്ങി. ഈ ലോൺ എടുത്ത ആൾക്ക് അതിനെപ്പറ്റി ഒരു വിവരവും ഉണ്ടാവില്ല. ലോൺ കൊടുത്ത സമയത്ത് ബാങ്ക് ആണെങ്കിൽ അത് പറഞ്ഞും കൊടുത്തിട്ടുണ്ടാകില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് ലെൻഡേഴ്സ് എങ്ങനെയെങ്കിലും ലോൺ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സബ് പ്രൈം ലോൺസ് പയ്യെ പയ്യെ ഡിഫോൾട്ട് ആകാൻ തുടങ്ങി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയതുകൊണ്ട് പല ആൾക്കാർ അവിടെ ഇവിടെയായിട്ട് പയ്യെ പയ്യെ ലോൺ തിരിച്ചടക്കാതെ വന്നു. അപ്പോൾ ഈ ഡിഫോൾട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഈ വീടുകൾ വിറ്റുകൊണ്ട് ആ പൈസ ഈ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ചെയ്തത്. ആദ്യം കുറച്ച് ഡിഫോൾട്ട് ഉണ്ടായപ്പോൾ പയ്യെ പയ്യെ ആ വീടുകളെല്ലാം വിൽക്കാൻ തുടങ്ങി. അങ്ങനെ പൈസ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തു. എന്നാൽ പയ്യെ ഡിഫോൾട്ട് കൂടി 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 വന്നു. അപ്പോൾ വിൽക്കേണ്ട വീടുകളുടെ എണ്ണവും കൂടി വന്നു. അപ്പോൾ US-ലെ ഹൗസിംഗ് മാർക്കറ്റിൽ എന്തായിരിക്കും സംഭവിച്ചത് എന്ന് നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കിയേ. അന്നത്തെ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് കുറെ വീടുകൾ ഉള്ളതായിട്ട് വാങ്ങാനുള്ളവർക്ക് കാണാൻ പറ്റും. അതായത് സപ്ലൈ കൂടിയ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് അതുപോലെ തന്നെ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വില കുറയും, ശരിയല്ലേ? അപ്പോൾ ഈ വീടുകളുടെ വിലകൾ കുറയാൻ തുടങ്ങി. US-ലെ ഹൗസിംഗ് മാർക്കറ്റിൽ പൊതുവെ വീടുകളുടെ വില താഴോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഈ വീടുകൾ വിറ്റാൽ പോലും അതിൽ നിന്നുള്ള പൈസ കൊടുത്താൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മതിയാകാതെയായി. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം പുറത്ത് പ്രശ്നങ്ങൾ അഗ്രവേറ്റഡ് ആയത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വിലകൾ താഴോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ലോൺ എടുത്തിട്ടാണല്ലോ US-ൽ ഓൾമോസ്റ്റ് എല്ലാവരും വീട് വാങ്ങുന്നത്. അവർ നോക്കുമ്പോൾ അവരുടെ വീടിന്റെ വില ശക്തമായിട്ട് താഴോട്ട് വരുന്നു. അപ്പോൾ ഒരു 70 ലക്ഷം രൂപയുടെ വീട് പണിയാനായിട്ട് ഒരാൾ 50 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരുന്നു. അയാൾ ആ ലോൺ ആണ് തിരിച്ചു
തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത്. അടച്ചടച്ച് ബാക്കി ഇനിയും 40 ലക്ഷം രൂപ ലോൺ ഇനിയും തിരിച്ചടക്കാനുണ്ട്. എന്നാൽ ഹൗസിംഗ് മാർക്കറ്റിലെ വീടുകളുടെ വില താഴോട്ട് വന്നപ്പോൾ 70 ലക്ഷം രൂപ വാല്യൂ ഉണ്ട് എന്ന് ആദ്യം ബാങ്ക് പറഞ്ഞ ആ വീടിന്റെ വാല്യൂ കുറഞ്ഞിപ്പോ 20 ലക്ഷത്തിലേക്കോ 30 ലക്ഷത്തിലേക്കോ എത്തി നിൽക്കുകയാണ്. എന്നാൽ അയാൾക്ക് ലോൺ തിരിച്ചടക്കാനുള്ളതോ ഇപ്പോഴും 40 ലക്ഷം രൂപ തന്നെയാണ്. അപ്പോ നാച്ചുറലി കുറേ അധികം ആൾക്കാർ US ലോൺ തിരിച്ചടക്കാതെയായി. അവര് പറഞ്ഞു, ബാങ്ക് നിങ്ങൾ ഇത് ജപ്തി ചെയ്തുകൊണ്ട് പോയിക്കോ, നമുക്ക് എന്തായാലും തിരിച്ചടക്കാൻ പറ്റില്ല, വേറെ വിറ്റാലും നമുക്ക് അത്ര വാല്യൂ കിട്ടാനില്ല, നിങ്ങൾ ജപ്തി ചെയ്തുകൊണ്ട് പോയിക്കോ, ഞങ്ങൾ ഇനി ലോൺ തിരിച്ചടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ വലിയ സ്കെയിലിൽ ഈ ഹോം മോർഗേജസ് ഡിഫോൾട്ട് ആകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേ അധികം ഡിഫോൾട്ട് നടന്നപ്പോൾ ഈ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിന്റെ എല്ലാം വാല്യൂ സീറോയിലേക്ക് ക്രാഷ് ചെയ്തു വന്നു. ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസിന്റെ നഷ്ടം വരാൻ തുടങ്ങി. എന്നാൽ അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ നഷ്ടമായിട്ട് ഒതുങ്ങിയെന്ന് നമുക്ക് പറയാം. എന്നാൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിനാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർ ഈ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ലെൻഡേഴ്സിനെ പുഷ് ചെയ്തുകൊണ്ട് കൂടുതൽ ലോൺസ് പൈസ കൊടുത്ത് വാങ്ങുകയും അങ്ങനെയാണ് അവർ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. കുറച്ചെല്ലാം അവർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് അത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് പൈസ കൊടുത്താണല്ലോ ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. ആ പൈസയും ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് കൂടുതലും ലോൺ എടുത്തിട്ടായിരുന്നു ആ പൈസ റേസ് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിന് കുറെ അധികം ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഉണ്ടായിരുന്നു. അവരുടെ അസറ്റിന്റെ കണക്കിലാണെങ്കിലോ കുറെ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം വാല്യൂ സീറോയിലേക്കായി. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിന് അതിഭീകരമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് വന്നു. നേരത്തെ നമ്മൾ കുറച്ച് ബുദ്ധിമാന്മാരെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ് ഉണ്ടാക്കിയവര്, അവരും പ്രശ്നത്തിലായി. AIG എല്ലാം $99 ബില്യൺ എന്നുള്ള ഒരു എമൗണ്ടിലേക്ക് അവരുടെ ഡെറ്റ് വന്നു. അപ്പോൾ ഇവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം അതിഭീകരമായിട്ട് ലൈം ലൈറ്റിലേക്ക് വരുന്നതും ഒരു വലിയ പ്രശ്നമായിട്ട് എല്ലാ മേഖലയും എഫക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആണ് ഏറ്റവും വലിയ ഹിറ്റ് എടുത്തത്. നമ്മളിവിടെ സംസാരിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ലീമൻ ബ്രദേഴ്സ് പൂട്ടി പോകേണ്ടി വന്നു. 25,000 പേരുടെ ജോലിയാണ് ആ കമ്പനിയിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റ് പല ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഓർഗനൈസേഷൻസ് പൂട്ടിപ്പോയി, ചിലത് മറ്റേതുമായിട്ട് മെർജായി. അങ്ങനെ വളരെ മോശമായ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ബേസിക്കലി ഹൗസിംഗ് മാർക്കറ്റും തകർന്നിട്ടുണ്ട്, ബാങ്കിങ് സിസ്റ്റവും തകർന്നിട്ടുണ്ട്. ബാങ്കിങ് സിസ്റ്റം തകർന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ മുഴുവനായിട്ട് US എക്കണോമിയിൽ ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് വന്നു. ഒരു ബാങ്കും ആർക്കും ലോൺ കൊടുക്കാതെയായി, ലോൺ കൊടുക്കാനുള്ള പൈസ ഇല്ലാതെയായി. അപ്പൊ അങ്ങനെ ലോൺ കിട്ടാത്തത് കൊണ്ട് പല ബിസിനസ്സസ് നിന്നുപോയി, ഫാക്ടറീസ് ഷട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സാധാരണക്കാരനിലേക്കും എഫക്ട് വരാൻ തുടങ്ങി. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തു. അങ്ങനെ കുറെ അധികം ആൾക്കാർ ജോബ്ലെസ് ആയി, കുറെ പേര് ഹോംലെസ് ആയി, കുറെ പേര് ഹോപ്പ്ലെസ് ആയി. അങ്ങനെ US എക്കണോമി തന്നെ ക്രാഷ് ചെയ്ത് താഴോട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഗ്ലോബൽ റിസഷന്റെ സ്റ്റാർട്ട് US സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ US എക്കണോമി നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ എല്ലാ എക്കണോമീസും ഏറെക്കുറെ US-ഉമായിട്ട് കണക്റ്റഡ് ആണ്. US ഡോളറാണ് ഗ്ലോബൽ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ US ഈ ഒരു റിസഷൻ വന്നപ്പോൾ, ഈ ഒരു തകർച്ച വന്നപ്പോൾ അത് ലോകത്തിലുള്ള എല്ലാ കൺട്രീസിലേക്കും എത്തി. അങ്ങനെയാണ് നമ്മൾ കണ്ടതുപോലെ ഗൾഫിലേക്കും ഇന്ത്യയിലേക്കും എല്ലാം ഈ റെസിഷൻ എത്തുന്നതും നമ്മൾക്കും എല്ലാം ഇതിന്റെ എഫക്ട് നേരിട്ട് കാണാൻ പറ്റിയത്. അപ്പൊ എനിക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാര്യങ്ങൾ. എന്നാൽ എനിക്ക് പറ്റുന്നത് പോലെ വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇവിടെ മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ അമേരിക്കയിൽ ആക്ച്വലി കുറെ അധികം ആൾക്കാർ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ തന്നെ നടക്കുമെന്ന് അവർ വളരെ റിഗറസ് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഓൾറെഡി കണ്ടു ഈ മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസിന്റെ അകത്ത് ഇരിക്കുന്നത് സബ്പ്രൈം ലോൺസ് ആണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് മാർക്കറ്റിനെ ആ ഒരു സമയത്ത് ഷോർട്ട് ചെയ്തുകൊണ്ട് വളരെ വലിയ എമൗണ്ട് പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ബിഗ് ഷോർട്ട് എന്ന അമേരിക്കൻ മൂവി വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. ഞാൻ ഓൾറെഡി ഒരു ലൈവ് സെഷനിൽ ഇത് റെക്കമെൻഡ് ചെയ്താണ്. നിങ്ങൾ കുറെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ കാണുകയാണെങ്കിൽ പ്രോബബിലി നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാകില്ല. കാരണം അതിൽ കുറെ അധികം കോംപ്ലിക്കേറ്റഡ് ടേംസും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പോയി ആ മൂവി കാണുകയാണെങ്കിൽ നിങ്ങൾ കുറെ അധികം എൻജോയ് ചെയ്യും. ഈ ഫിനാൻഷ്യൽ വേൾഡിനെ പറ്റി നിങ്ങൾക്ക് കുറെ അധികം ഐഡിയ കിട്ടുകയും ചെയ്യും. അപ്പോൾ അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തുന്നത്, ഫിനാൻഷ്യൽ വേൾഡിനെ പറ്റി. അതായത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ബാങ്കിങ് സിസ്റ്റമോ, നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുറക്കുന്നതോ, നമ്മളൊരു ലോൺ എടുക്കുന്നതോ, നമ്മുടെ ലോൺ റിജക്ട് ആയി പോകുന്നതോ ഒന്നുമല്ല ലോകത്തിലെ ഈ ഒരു വളരെ വലിയ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് പോലും ഊഹിക്കാൻ പറ്റാത്ത, നമുക്കൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് മനസ്സിലാകാതെ, നമ്മൾ അറിഞ്ഞാൽ മനസ്സിലായാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു കേസിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ബേസിക്കലി എന്താ സംഭവിച്ചത്, അമേരിക്കയിൽ ഒരാൾക്കൊരു വീട് വെക്കണമായിരുന്നു. അയാൾ ഒരു ലെൻഡറിന്റെ അടുത്ത് പോയിട്ട് ഒരു ഹൗസിംഗ് ലോൺ വേണമെന്ന് പറഞ്ഞു. ആ ഒരു ലോൺ വേണമെന്ന് പറഞ്ഞതിനെയാണ് നീട്ടി വലിച്ച് ഇത്ര അധികം കാര്യങ്ങളായിട്ട്
എക്കണോമിയിലെ വളരെ വലിയൊരു കാര്യമായി മാറ്റിയെടുത്തത്. ആ ഒരു ചെറിയ ലോണിനെ എടുത്തിട്ട് ഒരു സെക്യൂരിറ്റി ആക്കി മാറ്റിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ആ ഒരു സെക്യൂരിറ്റിന്റെ കൂടെ മറ്റ് ലോൺസിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു വളരെ വലിയ സെക്യൂരിറ്റി ആയിട്ട് മാറ്റിയിട്ട് അതിനെ പിന്നെയും ഒരു അസറ്റ് ആക്കി മാറ്റി. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി വാങ്ങിച്ചവർക്ക് ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. ആ ഒരു ഇൻസ്ട്രുമെന്റിനെ ഒരു ഡെറിവേറ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്തു. അങ്ങനെ എത്ര വലിയ എമൗണ്ടുകളാണ് ഒരു വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോണിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ എക്കണോമിയിൽ കെട്ടി കറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഫിനാൻസ്. എന്നാൽ എപ്പോഴത്തെ പോലെയും നമ്മളിവിടെ ശ്രമിക്കുന്നത് അതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ്, നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ലിവറേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകിയിട്ടില്ല എങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്ത് ചോദിക്കുക. പറ്റുന്നതിനെല്ലാം ഉത്തരം ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറേ അധികം എഫേർട്ട് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുകയാണ് കൂടുതൽ ആൾക്കാർ അവസാനം വരെ കണ്ടു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നുകൂടി വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.